Hello, good evening, beautiful souls. Welcome to my channel. ഇന്ന് ഞാനൊരു ഡിവൈൻ മെസ്സേജ് ഫ്രം യൂണിവേഴ്സ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആദ്യമേ തന്നെ ഞാൻ ഓറക്കിൾ കാർഡ് കയ്യിലങ്ങ് എടുത്തു. അപ്പോൾ വിചാരിച്ചു ഓറക്കിൾ കാർഡ് എടുത്തിട്ട് പിന്നെ ടാരോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം. ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് ഈ റീഡിങ്ങിൽ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ കാർഡിൽ ആദ്യം വന്നത് കൊഫിനാണ്, പിന്നെ ഗേൾ ടോക്ക്, പിന്നെ അസെൻഡിങ്. ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വ്യൂവേഴ്സ് ചിലരുടെ ജീവിതത്തിലെ ഒരു ഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്നാണ്. പുതിയ ബന്ധങ്ങളിലേക്കോ ആശയങ്ങളിലേക്കോ നീങ്ങുന്നു നിങ്ങൾ ചിലർ. അത് ആത്മീയമായതോ വ്യക്തിപരമായതോ ആയ ഉയർച്ചയിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഓറക്കിൾ കാർഡിൻ്റെ റീഡിങ്. ടാരോട്ട് എടുക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഒരു പാസ്റ്റ് ഇൻഫ്ലുവൻസിൽ നിങ്ങളുടെ ജീവിതത്തിൽ അമിത ഭാരം അല്ലെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ഒരു ആളാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ കാണുന്ന ആൾ തൊട്ടടുത്ത് തന്നെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇതാണ് പ്രസൻറ്റ് സിറ്റുവേഷൻ. നിങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ജീവിതത്തിൻ്റെ ഒരു ചക്രം നിങ്ങൾക്ക് അനുകൂലമായി പല വിധികളും എഴുതുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഗുഡ് ലക്ക്, ഗ്രോത്ത്, ഡെസ്റ്റിനി, ഇതൊക്കെയാണ് ഈ കാർഡ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. ഈ രണ്ട് കാർഡിലും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ആശയം സോളാർ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു ചക്രം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഈ ചക്രം നമ്മുടെ ആത്മവിശ്വാസം, വ്യക്തിപരമായ ശക്തി, ആത്മാഭിമാനം എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ആന്തരിക ശക്തിയെ ഉണർത്തി തടസ്സങ്ങളെ മറികടക്കാൻ, നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ പ്രകടിപ്പിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു നമ്മുടെ ചക്രമാണ് സോളാർ പ്ലെക്സസ് എന്ന് പറയുന്നത്. ഇത് ഹൃദയത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്, നാഭിയുടെ മുകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ചക്രം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ആദ്യത്തെ കാർഡിൽ പാസ്റ്റ് കാണിക്കുമ്പോൾ അത് കുറവായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കാർഡിൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു ചക്ര ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാറ്റങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ പരീക്ഷിക്കുന്നു. ജീവിതത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് ആത്മവിശ്വാസം വളർത്താൻ ഉള്ള സമയമാണ് ഇത് എന്നാണ് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചറായിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റാണ്. ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു ഉണർവ്, ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വരും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ശൈലി ഒന്നുകൂടി വിലയിരുത്തി, സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ അത് പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും നിങ്ങൾ പരാജയപ്പെടുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഈ ബന്ധത്തിൽ നിങ്ങളുടെ വോയിസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക്ഡ് ആണ്. അത് കേൾക്കാനേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇപ്പോൾ പറയുന്നത് എഫക്റ്റീവ് അല്ലെങ്കിൽ രീതി മാറ്റി പറയുക. ശബ്ദം ഉയർത്തുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് പറയാനുള്ളതും ഈ ബന്ധത്തിൽ ഉയർന്ന് കേൾക്കണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.
ഓക്കെ. അടുത്തത് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ചില വിജയങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. വിജയം, അംഗീകാരം, നേട്ടം ഒക്കെ അതൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. സന്തോഷങ്ങൾ വരുമ്പോൾ ഹൃദയം തുറന്ന് സന്തോഷിക്കുക. ഓക്കെ. അടുത്തത് 4 ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ നിങ്ങൾ ചില ബന്ധങ്ങളെ ഒരു വല്ലാത്ത ടോക്സിക് വേയിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു, മുറുക്കെ പിടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെയും സോളാർ പ്ലെക്സസ് വന്നിട്ടുണ്ട്. ഓക്കെ. അതും നിങ്ങളുടെ ആത്മാഭിമാനം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, ഇവിടെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്, ഞാനത് വിടില്ല എന്നുള്ള രീതിയിൽ. അടുത്തത് ഹോപ്സ് ആൻഡ് ഫിയർ എന്ന് പറയുന്നത് ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആണ്. 5 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ ബന്ധത്തിൽ ചില സംഘർഷങ്ങൾ, മത്സരങ്ങൾ, പിരിമുറുക്കം എന്നിവ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വികാരങ്ങൾ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ആന്തരിക സമാധാനം കണ്ടെത്താനുള്ള ഒരു സമയമാണ്. അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. ഇവിടെയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക്ഡാണ്. നിങ്ങളൊന്നും പറയുന്നില്ല. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡാണ്. പറയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയരുത്. അത് പറയാനുള്ള രീതിയിൽ, നിങ്ങളുടെ ശബ്ദം ഉയർന്ന് കേൾക്കുന്ന രീതിയിൽ ശബ്ദം ഉയർത്തുക എന്നല്ല, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പറയുക. ഓക്കെ. ശബ്ദം താഴ്ത്തിയിരുന്നാലും ആഴത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അത് മറ്റൊരു രീതിയിലായിരിക്കും കേൾക്കുക. അത് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ. ഏഴാമത്തതായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തന്ത്രപരമായ സമീപനം സ്വീകരിക്കേണ്ടി വന്നേക്കാം. ഓക്കെ. ചുറ്റുമുള്ളവരെ അത്രയ്ക്ക് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട. അവരുടെ ഉദ്ദേശങ്ങളിൽ എപ്പോഴും ഒരു ജാഗ്രത നിങ്ങൾ പാലിക്കണം. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു വഴി നിങ്ങൾ എപ്പോഴും കണ്ടെത്തി വെക്കണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ബുദ്ധിയും ശക്തിയും തന്ത്രവും ഒരുപോലെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും ഈ ബന്ധത്തിൽ. ഓക്കെ. പിന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇമോഷണൽ സ്റ്റാറ്റസിനാണ് ഇത് പറയുന്നത്. പുതിയ ചില വൈകാരികമായുള്ള തുടക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സ്നേഹം, പ്രണയം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. എല്ലാവർക്കുമല്ല, ചിലർക്ക് ചില പ്രണയ സന്ദേശങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ചില മൃദുവായ വികാരങ്ങൾ നിങ്ങളുമായി കണക്റ്റ് ആകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി. പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ വളരെ തീക്ഷ്ണമായി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, ക്ലാരിറ്റി എന്നിവയ്ക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇതിലും നിങ്ങളോട് ഒരു പ്രണയവുമായി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് പ്രണയം പറയാൻ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കൊരു സന്ദേശം ലഭിക്കും എന്നൊക്കെയാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ആദ്യം ഓറക്കിൾ കാർഡിൻ്റെ അവിടെ കൊഫിൻ വന്നപ്പോൾ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരറ്റ് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് വന്നത് ഫൂൾ കാർഡാണ്. ഫൂൾ കാർഡ് പറയുന്നത് അത് തന്നെയാണ്. ചില തുടക്കങ്ങൾ, ചില ഒടുക്കങ്ങൾ, ചില തുടക്കങ്ങൾക്കാണ് കാരണമാകുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുകയും മറ്റു ചില കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. വീണ്ടും ഒരു റീഡിങ്ങുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.